സനാഉള്ള അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമഹുല്ല അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ എന്ന തഫ്സീർ കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 19. സൂറത്തുൽ ബഖറ ആയത്തുകൾ 92 മുതൽ 101 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാതി ثم اتخذتم العجل من بعده وأنتم ظالمون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون أفكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده ولقد جاءكم നിശ്ചയം നിങ്ങൾക്ക് വന്നെത്തി മൂസ അലൈഹിസ്സലാം ബിൽ ബയ്യിനാത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി സുമ്മ പിന്നെ ഇത്തഹദത്തുമുൽ അജ്ല ചേർത്ത് ഓതുമ്പോൾ സുമ്മ ഇത്തഹദത്തുമുൽ അജ്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? അജ്ല് പശുക്കുട്ടിയെ സ്വീകരിച്ചു, ആരാധ്യ വസ്തുവായി സ്വീകരിച്ചു എന്നർത്ഥം. മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷം. അപ്പോൾ അദ്ദേഹം പോയ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാം പോയ സന്ദർഭത്തിൽ ഇസ്രായേലിൽ എന്ത് ചെയ്തു? പശുക്കുട്ടിയെ ആരാധിച്ചു. ഇലാഹൻ എന്തായിട്ട് സ്വീകരിച്ചത്? ഇലാഹായിട്ട് സ്വീകരിച്ചു. വഅൻതും ളാലിമൂൻ നിങ്ങൾ അക്രമികളായി. അത് കാരണം ബി അഹദിൽ അജ്ലി ഇലാഹൻ അതായത് പശുക്കുട്ടിയെ ഇലാഹായി സ്വീകരിക്കൽ കൊണ്ട് ഈ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ്
وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل وإذ قال موسى അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭത്തിൽ ലിഖൗമി അദ്ദേഹത്തിൻ്റെ ജനതയോട് യാ ഖൗമി എൻ്റെ ജനതയെ ഇന്നക്കും നിശ്ചയം നിങ്ങൾ വലംതും അൻഫുസക്കും നിങ്ങളുടെ നഫ്സുകളോട് നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു ബിത്തിഹാദിക്കുമുൽ അജ്ല പശുക്കുട്ടിയെ സ്വീകരിക്കൽ കൊണ്ട് എന്ന് പശുക്കുട്ടിയെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ചു അവർ. അൽ ബഖറ 54-ാമത്തെ ആയത്ത് നേരത്തെ പറഞ്ഞത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ وَإِذْ أَخَذْنَا നാം സ്വീകരിച്ച സന്ദർഭം മീസാഖക്കും നിങ്ങളുടെ കരാർ വറഫഅനാ ഫൗഖകും الطُّورَ നിങ്ങളുടെ മുകളിൽ തൂർ പർവ്വതത്തെ നാം ഉയർത്തുകയും ചെയ്ത സന്ദർഭം മറ ബയാനുഹു അതായത് അതിൻ്റെ വിശദീകരണം നേരത്തെ കഴിഞ്ഞതാണ്, നേരത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൂർ എന്ന പർവ്വതത്തെ അവർക്ക് മേൽ ഉയർത്തിക്കാട്ടി അവരോട് തൗറാത്ത് അനുസരിച്ച് മുറുകെ പിടിച്ച് ജീവിക്കാൻ പറഞ്ഞു. ഖുൽനാ നാം പറഞ്ഞു ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ ഖുദൂ പിടിക്കണം, മുറുകെ പിടിക്കണം, മാ ആതൈനാകും നിങ്ങൾക്ക് നാം തന്നത് തൗറാത്ത് ബിഖുവ്വത്തിൻ ശക്തമായിട്ട് മുതഅല്ലഖും ബിൽ അംർ കൽപ്പനയുമായി ബന്ധപ്പെട്ട് വസ്മഉ ഖാലു വസ്മഉ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഉ അല്ലാഹു പറഞ്ഞു. വസ്മഉ നിങ്ങൾ കേൾക്കുകയും ചെയ്യുവിൻ. ഖാലു അപ്പോൾ അവരെന്താ പറഞ്ഞു? ബിൽസാനിഹിം അവിടെ നാവുകൊണ്ടെന്ന് പറഞ്ഞു സമിഅനാ വഅസ്വൈനാ സമിഅനാ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅസ്വൈനാ ഞങ്ങൾ ധിക്കരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താ അപ്പോൾ അവർ കേട്ടോ വെച്ചാൽ കേട്ടു, ചെവി കൊണ്ട് കേട്ടു, പക്ഷേ അവർ ധിക്കരിക്കുകയും ചെയ്തു, അതനുസരിച്ചില്ല എന്നർത്ഥം, അത് ഉൾക്കൊണ്ടില്ല. وأشربوا في قلوبهم العجل بكفرهم قل وأشربوا കുടിപ്പിക്കപ്പെടുകയും ചെയ്തു അതൊരു പ്രയോഗമാണ്. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ അൽ അജ്ല പശുക്കിടാവിന് ബികുഫരിഹിം അവരുടെ കുഫർ സത്യനിഷേധം കാരണമായി. കുൽ നബിയെ പറയുക യാ മുഹമ്മദ് ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രായേലിൽ നടന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് അവരോട് പറയാണ്. അപ്പോൾ ഇത് അവർക്ക് മുൻകാലത്ത് അവരുടെ പൂർവ്വപിതാക്കളെ ആളുകൾ അവരുടെ ആൾക്കാർ ചെയ്തതാണ്. എന്ത്? അവർ മൂസ അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലേ പശുക്കിടാവിനെ ആരാധിച്ചു എന്നത്. അപ്പോൾ ആ പശുക്കിടാവിനോടുള്ള ആരാധ്യ മനോഭാവം അത് അവരുടെ ഹൃദയങ്ങളിൽ കുടിപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് ബിഅ്സമാ യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. ബിഅ്സമാ യഅ്മുറുകും ബിഹി ഈമാനുകും നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ വിശ്വാസം ഉണ്ടെന്നല്ല പറയുന്നത്, ആ വിശ്വാസം നിങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നത് എത്ര ചീത്ത. ഇൻ കുൻതും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അയ്യം ഫഅൽതും മാ ഫഅൽതും ദിയാനത്തം വ ഈമാന ദിയാനത്തി എന്ന നിലക്കും സത്യവിശ്വാസം എന്ന നിലക്കുമാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എങ്കിൽ ഫബിഅ്സ ഈമാനുക്കും നിങ്ങളുടെ ഈമാൻ എത്ര മോശം, എത്ര ചീത്ത. ഇം ഫഅൽതും ലഹുവൻ വ ഐനാദൻ ഫഹു അഖ്ബഹ് ഇനി ഒരു കളിതമാശ ധിക്കാരം എന്ന നിലയിലോ ഒക്കെയാണ് നിങ്ങൾ ചെയ്തത്, ഇങ്ങനെ പശുക്കിടാവിനെ ആരാധിച്ചത് എങ്കിൽ ഫഹു അഖ്ബഹ് അത് കൂടുതൽ മോശമാണ്. ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറതു ഖുൽ നബിയെ പറയാ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറതു നിങ്ങൾക്കാണ് പരലോകം എങ്കിൽ. പരലോകം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വർഗ്ഗമാണ്. സ്വർഗം ബിലാ അമലിൻ അമൽ കൂടാതെ കർമ്മം ഒന്നും ചെയ്യാതെ നിങ്ങൾ എന്തായാലും സ്വർഗത്ത് പ്രവേശിക്കും എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെ നിങ്ങൾക്ക് മാത്രമാണ് പരലോകം സ്വർഗമെങ്കിൽ ഇൻദല്ലാഹി ഖാലിസത്തൻ മിൻ ദൂനിന്നാസ് ഇൻദല്ലാഹി അല്ലാഹുവിൻ്റെ അടുക്കൽ ഖാലിസത്തൻ മിൻ ദൂനിന്നാസ് ഖാലിസത്തൻ തനിച്ചായിട്ട് നിങ്ങൾക്ക് മാത്രമാണ് സ്വർഗം എന്നാണ് നിങ്ങളുടെ വാദം. അതങ്ങനെയാണെങ്കിൽ മിൻ ദൂനിന്നാസ് ജനങ്ങളെ കൂടാതെ മറ്റുള്ളവർക്കൊന്നുമില്ലാതെ കമാ സഅംതും നിങ്ങൾ വാദിച്ചിരുന്നത് പോലെ. ലിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനം തെളിവ് ഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. സൂറത്തുൽ ബഖറ തന്നെ 111-ാമത്തെ ആയത്തിന് വരാൻ പോകുന്ന ആയത്തുകൾ ഉണ്ട്. ഖാലു അവർ പറഞ്ഞു ലൻ യദ്ഖുലൽ ജന്ന ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറ യഹൂദികൾ അല്ലെങ്കിൽ നസാറാക്കൾ ഒഴികെ.
തിൽക അമാനിഹും, അത് അവരുടെ ജൽപ്പനങ്ങളാണ്, വ്യാമോഹങ്ങളാണ്. കുൽ നബിയെ പറയാ, ഹാത്തു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഫതമന്നവുൽ മൗത ഇൻ കുന്തും സ്വാദിഖീൻ, ഫതമന്നവുൽ മൗത, അങ്ങനെ നിങ്ങൾ മരണത്തെ കൊതിക്കൂ, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഇവിടെ ഈ മരണത്തെ കൊതിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് രണ്ട് കൂട്ടർ. അപ്പോൾ ആരാണ് സത്യം പറയുന്നത്? അസത്യം പറയുന്നവരുടെ മേലിൽ അവർക്ക് സ്വർഗപ്രവേശനം ഇല്ലാതിരിക്കട്ടെ എന്നും സത്യം പറയുന്നവർക്ക് സ്വർഗപ്രവേശനം ഉണ്ടാവട്ടെ എന്നും, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മുബാഹല, അത് പല വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നുണ്ട്. ഏതായാലും അതാണ് ഇവിടെ പറഞ്ഞത്. ഫിദ്യായിക്കും മൂത്തു ഫദ്ഖുലുൽ ജന്ന. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ കൂടുതൽ വിശദീകരണങ്ങളില്ല. നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ സത്യസന്ധരാണ് എങ്കിൽ ഫിദ്യായിക്കും മൂത്തു നിങ്ങൾ മരിച്ചോ ഉള്ളൂ, ഫദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം, വലൻ യതമന്നഹു, അതിനെ ഒരിക്കലും അവർ കൊതിക്കുകയില്ല, ആഗ്രഹിക്കുകയില്ല, അബദൻ ഒരിക്കലും, ബിമാ ഖദ്ദമത് ഐദീഹിം, കാരണം അവരുടെ കൈകൾ മുന്നേ പ്രവർത്തിച്ചത് കാരണമായി. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അല്ലാഹു അക്രമികളെക്കുറിച്ച് അറിവുള്ളവനാണ് എന്ന്. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ, വലതജിദന്നഹും, താങ്കൾക്ക് അവരെ കാണാം, അഹ്റസന്നാസി അലാ ഹയാത്തിൻ, ജീവിതത്തിൽ വളരെയധികം ആർത്തി പൂണ്ടവരായിട്ട് ജീവിക്കാൻ, വമിനല്ലദീന അശ്റകൂ, അതായത് ബഹുദൈവ വിശ്വാസികൾ, മുശ്രിക്കീങ്ങളെക്കാളേറെ, ഇവരും ഒരർത്ഥത്തിൽ മുശ്രിക്കുകൾ തന്നെ, എന്നാലും ഇവർ അഹ്ലു കിതാബ് എന്നാണ് പരാമർശിക്കുന്നത്. ഹൈസു യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, ഏത് നിൽക്കുന്നത് വെച്ചാൽ യവദ്ദു അഹദും, അവരിൽ ഒരാൾ കൊതിക്കും, ആഗ്രഹിക്കും, ഇഷ്ടപ്പെടും, എന്ത്, ലൗ യുഅമ്മറു അൽഫ സന, അവൻ 1000 വർഷം ജീവിച്ചിരുന്നെങ്കിൽ, ഐ മുദ്ദത്തൻ തൊവീല എന്നർത്ഥം, നീണ്ട കാലം. വമാ ഹുവ ബിമുസഹ്സിഹിഹി, എന്താണ് അത്, അവനെ മുബഇദാക്കുന്നല്ല, മുബഇദിഹി എന്നർത്ഥം, വിദൂരത്താക്കുകയില്ല. അപ്പോൾ 1000 കൊല്ലം ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർ എന്താവില്ല, ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ അതൊന്നും പര്യാപ്തമല്ല എന്ന്. അള്ളാഹുവിൻ്റെ മിനൽ അദാബി അൻ യുഅമ്മർ, മിനൽ അദാബി, ശിക്ഷയിൽ നിന്ന് വിദൂരത്താവലിന് പറ്റുകയില്ല. അൻ യുഅമ്മർ, എന്താണ്, അവർ കൂടുതൽ കാലം ജീവിക്കുക എന്നത്. വല്ലാഹു ബസീറുൻ ബിമാ യഅമലൂൻ, അള്ളാഹു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നവനാണ്. ഫയുജാസിഹിം ബിമാ യഅമലൂന, അപ്പോൾ എന്താണ്, അള്ളാഹു അവർ കർമ്മങ്ങൾ ചെയ്തതിന്, പ്രവർത്തികൾ ചെയ്തതിന്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് അവർക്ക് പ്രതിഫലം നൽകും. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, തുടർന്ന് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ് എന്നുകൂടി ഉണ്ടല്ലോ. അപ്പോൾ ആരൊരുത്തൻ അണിമണിത്തൂക്കം നന്മ ഖൈർ ചെയ്തുവോ അവന് അത് കാണും, ആരൊരുത്തൻ അണുമണിത്തൂക്കം തിന്മ ചെയ്തുവോ, അണുത്തൂക്കം തിന്മ ചെയ്തുവോ അവന് അതും കാണും. തുടർന്ന് പറയാം, ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല, ഖുൽ നബിയെ പറയാം, മൻ കാന അദുവ്വൻ ലിജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാമിന് ശത്രുവായവൻ ആരുണ്ടോ, ഫഖദ് ഖാബ വ ഖസറ, അവൻ പരാജിതനായി, തോറ്റുപോയി, നശിച്ചുപോയി. ഫഇന്നഹു നസ്സലഹു, നിശ്ചയം അദ്ദേഹമാണ് ഇത് താങ്കൾക്ക് അവതരിപ്പിച്ചത്, അൽ ഖുർആൻ, അതിനെ അവതരിപ്പിച്ചത്, അതായത് അൽ ഖുർആൻ, അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, താങ്കളുടെ ഹൃദയത്തിൽ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം, അഖറാക, താങ്കൾക്ക് ഇത് ഓതിത്തന്നത്, ഓതിപ്പിച്ചത്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആനഹ, അവിടെ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്, ഖുർആനാന്ന് എഴുതിയെടുത്ത്. സുമ്മ ഇന്ന അലൈനാ ബയാനഹ, അൽ ഖിയാം, അലിഫ് കൂടി വേണം, അലിഫ്, അൽ ഖിയാം എന്ന് പറയും. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നിങ്ങൾക്ക്
നിങ്ങളുടെ കൈവശമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, തൗറാത്തിനും ഇഞ്ചീലും സത്യപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് വന്നത്, വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. വഹുദം വബുശ്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഹുദ സന്മാർഗദർശനവും ബുഷ്റ സന്തോഷ വാർത്തയുമായിട്ട്. ലിഅന്നഹു ഹുമുൽ മുൻതഫിഊന ബിഹി, കാരണം സത്യവിശ്വാസികൾക്ക് ഏതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൽ വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, വദക്കിർ താങ്കൾ ഉത്ബോധനം നടത്തുക, ഫഇന്ന ദിക്റാ നിശ്ചയം ഉത്ബോധനം എന്നത് തൻഫഉൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടുമെന്നാണ്. അപ്പോൾ യഹൂദികൾ പറഞ്ഞിരുന്നത്, ഇസ്രായേലിൽ പറഞ്ഞിരുന്നത് എന്താണ്, യഹൂദികൾ ജിബ്രീൽ അലൈഹി സ്വലാം അവർക്ക് ശത്രുവാണ്, മീക്കായിലാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ ജിബ്രീൽ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്നാണ്. മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല, ആരത്തിന് അല്ലാഹുവിനും അവൻ്റെ മലക്കുകൾക്കും അവൻ്റെ മുസ്ലിങ്ങൾക്കും ജിബ്രീലിനും മീക്കാലും, ജിബ്രീൽ മീക്കാലും എടുത്തു പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അവരുടെ ശത്രുവായോ, ആരുടെ ശത്രുവായ ഫഖദ് ഖാബ വഖസറ, അവൻ പരാജിതനായി. ഫഇന്ന അല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, നിശ്ചയം അല്ലാഹു അപ്പോൾ എന്താണ്, സത്യനിഷേധികൾക്ക് ശത്രുവാണ്. കമസലി ഹൗലായി, കൂട്ടരെ പോലെ. വലഖദ് അൻസൽനാ ഇലൈക, നിശ്ചയം നാം താങ്കളിലേക്ക് അയച്ചിട്ടുണ്ട്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയാതിൻ ബയ്യിനാതിൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ, അധർമ്മികളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല എന്ന്. അല്ലദീന ലാ യർജൂന ലിഖാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ ലിഖാ പ്രതീക്ഷിക്കാത്ത കൊതിക്കാത്തവരായിട്ടുള്ള. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഉലൈക എന്ന് എഴുതിയെടുത്തും ഉലൈക ഹംസ വരണ്ടെടുത്ത് യാഗ് വന്നിട്ടുണ്ട്, തെറ്റിയെന്നാണ്. വലാ തകൂനു, നിങ്ങളാവരുത്, കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നവരെ പോലെ ആവരുത്, ഫഅൻസാഹും അൻഫുസഹും, അപ്പോൾ അള്ളാഹു അവരെയും ഫഅൻസാഹും അവൻ അവരെ മറപ്പിച്ചു, അൻഫുസഹും അവരുടെ നഫ്സുകളെ തന്നെ, ഉലൈക കൂട്ടർ ഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മകാരികളാണ് എന്ന്. അപ്പോൾ എന്താണ്, സ്വന്തം നിലക്ക് മറക്കാറുണ്ട്, സ്വന്തത്തിൻ്റെ നല്ല ഭാവി പരലോകത്തെക്കുറിച്ച് ആഖിറത്തിനെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതെ കാരണം സ്വന്തത്തിനെ മറക്കൽ തന്നെയാണ്. യഖൂലൂൻ, അവർ പറയുന്നത്, ഖുലൂബുന മഹ്ഫൂദത്തുൻ അൻ ദുഖൂലി സൗത്ത്, ശബ്ദം കയറാത്ത വിധം സൂക്ഷിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ കൽബുകൾ. അപ്പം ഞങ്ങളെ കൽബ് നിങ്ങൾ പറഞ്ഞു തന്നൊരു കാര്യമില്ല നല്ലതൊന്നും. അവ കുല്ലമ അഹദു അഹ്ദൻ, അവർ ഓരോ കരാറുണ്ടാക്കുമ്പോഴൊക്കെ, ഓരോ കരാറിൻ്റെ സമയത്തൊക്കെ മിൻ ഖിബ്ലി ത്വാഅത്ത്, മിൻ ഖിബ്ലി ബിത്വാഅത്ത്, ത്വാഅത്ത് ആരാധന, അള്ളാഹുവിന് വഴിപ്പെടുന്ന നിരക്ക്, അതുമായി ബന്ധപ്പെട്ട് നബദഹു ഫരീഖും മിൻഹും ബൽ അക്സറുഹും ലാ യുഅ്മിനൂൻ, നബദഹു അതിനെ വലിച്ചെറിയും, ഫരീഖും മിൻഹും അവരിൽ നിന്നുള്ള ഒരു വിഭാഗം, ബൽ എന്നല്ല അക്സറുഹും അവരിൽ അധിക പേരും ലാ യുഅ്മിനൂൻ വിശ്വസിക്കുന്നവരല്ല, ഐ ലാ യഅമലൂന ബിമഖ്തദാ ഈമാനിഹിം, അവരുടെ ഈമാനിൻ്റെ തേട്ടമനുസരിച്ച് അവർ കർമ്മങ്ങൾ ചെയ്യുകയില്ല. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്, ഖുൽ യാ അഹ്ലൽ കിതാബി ഹൽ തൻഖിമൂന മിന്നാ ഇല്ലാ അൻ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില മിൻ ഖബൽ അന്ന അക്സറക്കും ഫാസിഖൂൻ, നിങ്ങളിൽ അധിക പേരും അധർമ്മികളാണ് എന്ന് സൂറത്തുൽ മാഇദ 59-ാമത്തെ ആയത്ത്. വലമ്മ ജാഅഹും റസൂലുൻ, അവർക്ക് റസൂൽ വന്നെത്തിയപ്പോൾ, അല്ലാഹുവിൻ്റെ ദൂതർ, ഐ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, അതായത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് റസൂൽ വന്നെത്തിയപ്പോൾ അവരെ സത്യപ്പെടുത്തിക്കൊണ്ട്, മിനൽ അഹ്കാമിൽ ഇലാഹിയായിട്ടുള്ള ഹക്കുമുകളിൽ നിന്ന്, നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം, നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ, സത്യനിഷേധികളിൽ വേദക്കാരിൽ നിന്ന്
ഒരു വിഭാഗം ആളുകൾ വലിച്ചെറിഞ്ഞു കിതാബ് അള്ളാഹുവിൻ്റെ കിതാബിനെ, വേദത്തെ, വറാ അളുഹുരിം, അവരുടെ മുതുകൾക്ക് പിറകെ. അതായത് തറക്കുൽ അമല ബിഹി, അതുകൊണ്ട് അമല് ചെയ്യുന്നത് അവർ ഉപേക്ഷിച്ചു എന്നതാണ് ഇതിൻ്റെ ആശയം. കഅന്നഹും ലാ യഅലമൂൻ, അവർ അറിയാത്തതുപോലെ, വഇൻ കാനൂ യഅലമൂൻ, അവർക്ക് അറിയാമെങ്കിലും അറിയാത്തതുപോലെ.